IHRD ജീവനക്കാർ രാപ്പകൽ നിരാഹാര സമരം ആരംഭിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRD ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന IHRD മാനേജ്മെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെയാണ് IHRD എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നിരാഹാരം സമരം ആരംഭിച്ചത്. വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ നടന്ന സമരം NGO യൂണിയൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹനീഷ് PK ഉദ്ഘാടനം ചെയ്തു. റിലേ നിരാഹാര സമരം നടത്തുവാൻ വേണ്ടി IHRD എംപ്ലോയീസ് യൂണിയൻ തയ്യാറായിട്ടുള്ളത്. ഈ മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ IHRDയെ സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം ഇതിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ, നിലവിലുള്ള ശമ്പളം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ സമയബന്ധിതമായി ലഭിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുദ്രാവാക്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ സർവീസ് മേഖല വലിയ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ത്യ രാജ്യത്തും അതേപോലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെയായി നിലനിൽക്കുന്നത് നമുക്കറിയാം. ഇവിടെ IHRDയെ ബന്ധപ്പെട്ടുകൊണ്ട് 1987 ആരംഭിച്ച ഈ സ്ഥാപനം അത് വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ, ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോയി. ജനുവരി 8, 9 തീയതികളിലായാണ് സമരം നടക്കുന്നത്. വടകരയിൽ K പ്രശാന്തനാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് M രാജീവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ EN ബൈജു അധ്യക്ഷത വഹിച്ചു. N അനൂപ് കുമാർ നന്ദി പ്രകാശനം നടത്തി. MM അനിൽകുമാർ, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ജില്ലാ ട്രഷറർ നിതിൻ, CAP എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി രാജേഷ്, CAP എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് രജീഷ് K, KSCP വർക്കേഴ്സ് അസോസിയേഷൻ CITU CK സുനിൽകുമാർ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു.